രേണു സുധിക്കെതിരെ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് കുറേയധികം കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കാറുണ്ട്, ട്രോൾ ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് മെയിനായിട്ട് തുടങ്ങിയ ഒരു കാര്യം ഈ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയതിന് ശേഷം അതിനകത്തിടുന്ന പോസ്റ്റും വീഡിയോസും ഒക്കെ കൊണ്ട് തന്നെയായിരുന്നു. അത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് ആ ഒരു പോസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രേണു ഇത് കണക്ക് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ. ഇത് കണ്ടിട്ട് കുറേയധികം പേര് ഇൻഫ്ലുവൻസ് ആവും, കാശുണ്ടാക്കുക, ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചു സുധി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് ഏതോ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കുറേയധികം ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതേ കണക്ക് രേണു സുധി ഇതേ കണക്ക് സബ്സ്ക്രിപ്ഷൻ ഇതുപോലെ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് കിച്ചുവിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ള രീതിയിൽ കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചു അതിന് മറുപടിയായിട്ട് പറഞ്ഞ് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു.